നമ്മുടെ വിശിഷ്ട അതിഥികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാള സിനിമാ താരം മിസ് അതിഥി രവിയാണ്. മലയാള ചലച്ചിത്ര ലോകത്തിൽ തന്റെ സൗന്ദര്യത്തിലൂടെയും അഭിനയത്തിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു യുവതാരമാണ് മിസ് അതിഥി രവി. മോഡലിംഗിലൂടെ തന്റെ കരിയർ ആരംഭിച്ച അതിഥി രവി 2014 പുറത്തിറങ്ങിയ ആംഗ്രി ബേബീസ് ഇൻ ലവ് എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം അലമാര, ആദി, സോളോ തുടങ്ങിയ സിനിമകളിലൂടെയും അഭിനയം മാത്രമല്ല അതിനൊപ്പം ലളിതമായ പ്രകടന ശൈലി, സ്വാഭാവികത, സൗന്ദര്യം എന്നിവയും കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തു. തന്റെ എല്ലാ കഥാപാത്രത്തിലും ആത്മാർത്ഥതയും വിശ്വസ്തതയും പ്രകടിപ്പിക്കുന്ന ഈ യുവതാരം മലയാള സിനിമയിലെ വളരെയധികം പ്രതീക്ഷയുള്ള നടിമാരിൽ ഒരാളായി ഇന്നേക്ക് കരുതപ്പെടുന്നു. ഏറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാം, വി വെൽക്കം യു ടു ദിസ് ഓണം പ്രോഗ്രാം. ശ്രീമതി അതിഥി രവിയെ ആദരിക്കുന്നതിനായി സമാജം EC മെമ്പർ ശ്രീമതി ഫിലോമിന അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you so much. Ma'am, it would be great if you speak a few words for us. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം ഇവിടുത്തെ ഓണാഘോഷമാണെന്ന് അറിയാം. ഓണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമാണെങ്കിലും എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായൊരു കാര്യം, ഓണം ആ ഒരു സീസൺ മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഓണത്തിന്റെ ഫീൽ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സീസണിലല്ല ആളുകളുടെ ഒത്തുകൂടലിലാണ് ഓരോ ആഘോഷവും. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. എന്നെ ക്ഷണിച്ചതിനും. ബാംഗ്ലൂർ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. എൻ്റെ ഫസ്റ്റ് മൂവി നായികയായിട്ട് അഭിനയിച്ച അലമാര എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് ക്യാമറ എൻ്റെ ഫേസിൽ വെക്കുന്നതും ഇവിടെ ഷൂട്ട് ചെയ്യുന്നതെല്ലാം ബാംഗ്ലൂർ പ്ലേസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലാണ് ബാംഗ്ലൂരിലേക്ക് വരാമെന്ന് പറയുന്നത്. പക്ഷെ ഓണമായി അല്ലെങ്കിൽ ഓണം റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാമിന് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിന് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച രാജരാജേശ്വരി നഗർ മലയാളി സമാജത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ഇന്നത്തെ ഓണസദ്യ വളരെയധികം ടേസ്റ്റ് ആയിരുന്നു. ഞാനത് പ്രത്യേകം ഇവരുടെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഓണം ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണിൽ. പക്ഷെ ചുമ്മാ നുണ പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് പറയണം, നിങ്ങളുടെ ആ ഒരു ഓണസദ്യ വളരെയധികം എല്ലാത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ വളരെ രുചിയോട് കൂടിയുള്ളതായിട്ടാണ് തോന്നിയത്. അതെനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒത്തുചേരലിലേക്ക് കൂടെ ഒരു റിസൾട്ട് ആയിരിക്കും. ഇനി വരുന്ന ഇപ്പോൾ പ്രോഗ്രാംസിനും കൂടി വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങളുടെ എല്ലാം ഈ ഒരു ഓണാഘോഷത്തിന്റെ ഒരു അതിഥിയായിട്ട് തന്നെ ഇവിടെ എത്താൻ സാധിച്ചതിലും ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച് മാം. നമ്മോടൊപ്പം ആയിരിക്കേണ്ടിരുന്ന ശ്രീ VS രഞ്ജിത്ത്, ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റ്, സീനിയർ ന്യൂസ് എഡിറ്റർ, റിപ്പോർട്ടർ TV, ചില കാരണം കൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചില്ല. അടുത്തതായി വിശിഷ്ട അതിഥി ഡോക്ടർ വിനിത് മോഹൻ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാഷ്ട്രത്താന ഹോസ്പിറ്റൽ, സാറിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാറിനെ ആദരിക്കുന്നതിനായി സമാജം പ്രസിഡന്റ് ശ്രീ അമൃത് രാജ് സാറിനെ അവർകളെ ക്ഷണിക്കുന്നു. Thank you. Requesting sir to speak a few words.
വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട അനു മാഡം, അതിഥി മാഡം, ചന്ദ്രേട്ടൻ, അമൃതരാജ് സാർ, ഷാജി സാർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഈ മനോഹരമായ ഓണാഘോഷത്തിന്റെ അവസരത്തിൽ രാജരാജേശ്വരി മലയാളി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഓണമെന്നത് കേരളത്തിന്റെ ആത്മാവാണ്. സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രതീകമാണ്. മഹാബലിയുടെ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നന്മയും സാഹോദര്യവുമാണ്. നമ്മൾ എവിടെയായിരുന്നാലും ഈ ഓണാഘോഷം നമ്മുടെ വേരുകളിലേക്കുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഈ ഒരു സദസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ രാജ്യത്തിന്റെ പല ഭാഗത്തും സംഘടനാപരമായും ഔദ്യോഗികപരമായും പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും മലയാളികൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നത്, ഓണത്തിന് വേണ്ടി കണ്ടത്. അതിൽ അതിയായ സന്തോഷം. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 10 വർഷമായി ബാംഗ്ലൂര്. പക്ഷേ ഞാനിവിടെ കുറച്ചു മുമ്പ് ചോദിച്ചു അമൃതരാജനോട്, ഇത്രയും മലയാളികളുണ്ടോ രാജരാജേശ്വരി നഗറിനകത്ത്? റിയലി ഐ ഫീൽ പ്രൗഡ് ടു സേ, വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ഉള്ളത് ഇതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഈ നാടിന്റെ ആവശ്യം തന്നെയാണ്. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ കൂടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ചു ദിവസം മുമ്പ് മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്ത കണ്ടിരുന്നു. ആ വാർത്തയിൽ പറയുന്നത്, ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു ആള്, കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്തതിനു ശേഷം ഒരുപാട് സമ്പാദ്യമൊക്കെ ആയി തിരിച്ച് നാട്ടിലെത്തുന്നു. നാട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ 3 മക്കളും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ്. 3 വിദേശ രാജ്യങ്ങളിൽ. ഒരു ഓണത്തിനോ ക്രിസ്മസിനോ അല്ല എങ്കിൽ മറ്റെന്ത് ഉത്സവത്തിനോ അവർക്ക് ഒത്തുകൂടാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം ആ പത്രവാർത്തകളിൽ വളരെ, നിങ്ങൾ എല്ലാവരും മലയാള മനോരമ നോക്കിയാൽ അറിയാൻ കാണാൻ പറ്റും. കുറച്ചു ദിവസം മുമ്പ് മറുനാടൻ മലയാളി അതിനെപ്പറ്റി ഒരു വാർത്ത ചെയ്തിരുന്നു. നമ്മളെല്ലാവരും ഇവിടെ ഓണം ആഘോഷിക്കുമ്പോൾ നാട്ടിൽ നമ്മുടെ കുടുംബം, അവരെയും ഇനി വരുന്ന ഓണത്തിനായാലും ക്രിസ്മസിനായാലും നബിദിനത്തിനായാലും അവരെയും നമ്മുടെ കൂടെ ചേർക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ഓരോ ദിവസവും ആഘോഷിക്കുന്നതിനെ പറ്റി ചിന്തിക്കണം എന്നൊരു അപേക്ഷയോടുകൂടി എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട അതിഥി മിസ്റ്റർ തോജോ ജോൺ, മാനേജിംഗ് ഡയറക്ടർ ദ ഗുഡ് ഷെപ്പേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ തോജോ ജോൺ അവർകളെ ആദരിക്കുന്നതിനായി സമാജം സെക്രട്ടറി ഷാജി സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. Sir, requesting you to speak a few words. മലയാളി സുഹൃത്തുക്കളെ, എല്ലാവരും ഉറങ്ങിയിരിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ കോളേജിൽ പോകുമ്പോൾ പിള്ളേരോട് ചോദിക്കും, എന്തൊരു ഉറക്കോടാ പിള്ളേരെ എന്ന്. ഇത്രയും ആരോഗ്യമുള്ള ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ടായിട്ട് എല്ലാവരും ഉറങ്ങും. ഒന്ന് എണീച്ചേ. ഈ ഉറക്കമൊക്കെ ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണത്തിലാണോ? എല്ലാവരുടെ ഫ്രണ്ടിലൊക്കെ ഒരിടത്ത് നല്ല ക്ഷീണത്തിലാ. എന്തായാലും ഈ ഒരു മാസത്തിന് ശേഷവും ഓണം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്നു. ആ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. ഒരുമിച്ചൊരു ഓണം സദ്യ കഴിക്കുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരുന്ന് എല്ലാവരോടൊപ്പം സദ്യ കഴിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് തുടക്കം കാലം മുതൽ ഞങ്ങൾ കാണുന്നതാണ് ഞങ്ങളുടെ സ്വന്തം രാജരാജേശ്വരി നഗറിലെ മലയാളി സമാജം, ഈ കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം. ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങളും, ജോൺസേട്ടൻ തൊട്ട് അമൃതരാജേട്ടൻ തൊട്ട് ഈ ഇരിക്കുന്ന എല്ലാവരും വരുമ്പോഴും കാണുമ്പോഴും ഉള്ള സ്നേഹവും അടുപ്പവും വളരെ, എന്താ പറയുന്നത്, ഒരു കുടുംബ സുഹൃത്തുക്കളോടൊപ്പം അല്ല, കുടുംബത്തോടൊപ്പം തന്നെ ഉള്ള രീതിയിലായിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ ഐക്യവും ഈ സ്നേഹവും എന്നും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകട്ടെ. നമ്മുടെ രാജരാജേശ്വരി നഗർ മലയാളി സമാജം ഇതിലും വളരെ, എന്താ പറയുക, ഒരു 100 ഇരട്ടി മികച്ച രീതിയിൽ വളരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും തരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ.
അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ಮಂಜುನಾಥ್ ಸರ್, ಎಕ್ಸ್ ವರ್ಕಿಂಗ್ ಕಮಿಟಿ ಮೆಂಬರ್ BBMP. ಸರ್, ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಥ್ಯಾಂಕ್ ಯು ಸರ್. ನಮಗೋಸ್ಕರ 2 ಮಾತನಾಡಲು ಕೇಳಿಕೊಳ್ಳುತ್ತೇವೆ. ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ಈ ದಿನದ ಈ ಒಂದು ಸುಂದರ ಸಂಜೆಯ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿ ವೇದಿಕೆ ಮೇಲೆ ಆಸೀನರಾಗಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಗಣ್ಯರೇ, ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿ ಆಸೀನರಾಗಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ನನ್ನ ಬಂಧು ಮಿತ್ರರೇ, ಈ ದಿನ ಅದರಲ್ಲೂ ನಮ್ಮ ರಾಜರಾಜೇಶ್ವರಿ ನಗರದಲ್ಲಿ ಪ್ರತಿ ವರ್ಷದಂತೆ ಈ ವರ್ಷವೂ ಕೂಡ ಓಣಂ ಹಬ್ಬವನ್ನು ಆಚರಣೆ ಮಾಡ್ತಿದ್ದೀರಾ. ಅದು ಮಲಯಾಳಂ ಸಮಾಜ RR ನಗರ ವತಿಯಿಂದ ನಿಜಕ್ಕೂ ಸಂತೋಷ. ಯಾಕೆಂದರೆ ನಮ್ಮ RR ನಗರದಲ್ಲಿ ಇಷ್ಟೊಂದು ಜನ ಮಲಯಾಳಿಯವರಿದ್ದೀರಾ ಅಂದರೆ ನಿಜಕ್ಕೂ ಖುಷಿ. ಅದ್ರ ಜೊತೆಯಲ್ಲಿ ನನಗೆ ಯಾಕೆಂದರೆ ಮಲಯಾಳಿ ಮಾತಾಡ್ಲಿಕ್ಕೆ ಬರೋದಿಲ್ಲ, ಇಲ್ಲ ನೀವು ಕನ್ನಡ ಕಲ್ತ್ಕೊಳ್ಳಿ, ಇಲ್ಲ ನನಗೊಂಚೂರು ಮಲಯಾಳಿ ಹೇಳ್ಕೊಡಿ ಅಂತ ಹೇಳ್ತಾ ನಿಮ್ಗೆಲ್ರಿಗೂ ಮತ್ತೊಮ್ಮೆ ಏನು ಈ ಓಣಂ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ಹೇಳ್ತಾ, ಅದರಲ್ಲೂ ನಮ್ಮ ಭಾಗದಲ್ಲಿ, ಅದರಲ್ಲೂ ನಮ್ಮ ಈ ಒಂದು ಕಲ್ಯಾಣ ಮಂಟಪದಲ್ಲಿ ನಮ್ಮ ಒಂದು ಚೌಲ್ಟ್ರಿನಲ್ಲಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಪ್ರತಿ ವರ್ಷ ಮಾಡ್ತಿರ್ತೀರಾ. ನಿಜಕ್ಕೂ ಒಳ್ಳೆಯದಾಗಲಿ. ಯಾಕೆಂದರೆ ಇಷ್ಟೊಂದು ಜನ ಖುಷಿಯಾಗಿ ಈ ಓಣಂ ಆಚರಣೆ ಮಾಡ್ತೀರಾ. ನಿಮ್ಮೆಲ್ಲರಿಗೂ ಆ ರಾಜರಾಜೇಶ್ವರಿ ತಾಯಿ ಒಳ್ಳೇದು ಮಾಡಲಿ ಅಂತ ಹೇಳ್ತಾ ಮತ್ತೊಮ್ಮೆ ಓಣಂ ಹಬ್ಬದ ಶುಭಾಶಯ ಹೇಳ್ತಾ ನಾನು ಮಾತು ಮುಗಿಸ್ತೀನಿ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ ಮಾಡ್ತೀನಿ. ಥ್ಯಾಂಕ್ ಯು ಸರ್. അടുത്ത വിശിഷ്ടാതിഥി മിസ് അനു പുനൻ, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ആൻഡ് റീജിയണൽ ഹെഡ് ഫെഡറൽ ബാങ്ക് ബാംഗ്ലൂർ സൗത്ത് റീജിയൻ. മിസ് അനു പുനൻ അവരുടെ ആദരിക്കുന്നതിനായി EC മെമ്പേഴ്സായ നിഷ വിനീഷിനെയും സന്തോഷ് അവരുടെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു മാം. ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. ഫെഡറൽ ബാങ്ക് ടൈറ്റിൽ സ്പോൺസേഴ്സ് ആണ് സിൻസ് ദ ലാസ്റ്റ് 2-3 years. താങ്ക് യു ഫോർ മേക്കിംഗ് അസ് ദ ടൈറ്റിൽ സ്പോൺസേഴ്സ് ഓൾസോ. ഞങ്ങളുടെ ഒരു ബ്രാഞ്ചും ഇവിടെ അടുത്ത് RR നഗറിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ അക്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതർവൈസ് പ്ലീസ് ഓപ്പൺ യുവർ അക്കൗണ്ട്സ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നാട്ടിൽ എവിടെയെങ്കിലും ഫെഡറൽ ബാങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ബ്രാഞ്ച് 3 years old ആണ്. സോ ഡെഫിനറ്റ്ലി മലയാളികളുടെ സപ്പോർട്ട് അവിടെയും വേണം. ലോക്കർ ഫെസിലിറ്റീസ്, ഡിജിറ്റൽ എല്ലാം ഉണ്ട്. തുഷാര മലയാളി, ഷീസ് എ ബ്രാഞ്ച് ഹെഡ് അവിടെ. സോ ഞാൻ നിങ്ങളുടെ സമയം കൂടുതൽ എടുക്കുന്നില്ല. എല്ലാവർക്കും ഓണ ആശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പോൺസേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അടുത്തതായി പ്ലാന്റഡ് ഇന്റർനാഷണൽ MD ശ്രീ ശശി വേലപ്പൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാറിനെ ആദരിക്കുന്നതിനായി സമാജം മുൻ പ്രസിഡന്റ് ശ്രീ ജോൺസൺ KJ അവർകളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Speak a few words. John Franco. എല്ലാവർക്കും 2025 ഓണാശംസകൾ നേരുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സഹൃദയായ രാജരാജേശ്വരി നഗർ മലയാളി സമാജം കുടുംബാംഗങ്ങളെ, അതീവ സന്തോഷത്തോടുകൂടി
ഈ വേദിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 2006 തുടങ്ങിയ മലയാളി സമാജം ഇന്ന് എത്തി നിൽക്കുന്നത് വലിയൊരു വർഷത്തിന്റെ ചുവട്ടിലാണ്. നമുക്കറിയാം, ലോകത്തെവിടെയായാലും മലയാളികൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്നത് ഒരു അവസരമാണ് ഈ തിരുവോണ ആഘോഷം. ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ മലയാളികൾ എവിടെ എത്തിയാലും അവിടെയെല്ലാം ഒരുമിച്ച് കൂടപ്പെടുന്ന ഒരേ ഒരു ആഘോഷമാണ് ഈ തിരുവോണം. ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഓണാഘോഷം തിരുവോണത്തിന് നാൾ തുടങ്ങി ഡിസംബർ വരെ നീണ്ടുപോകുന്നുവെങ്കിലും കുറച്ചു കാലമായി രാജരാജേശ്വരി നഗർ മലയാളി സമാജം തിരുവോണം കഴിഞ്ഞതിന് തൊട്ടടുത്ത ആളുകൾ തന്നെ നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് വീണ്ടും എനിക്ക് തോന്നുന്നൊരു 50-60 പുതിയ മെമ്പേഴ്സും കൂടെ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ മലയാളികൾക്ക് പല ആവശ്യങ്ങളിലും പല സാഹചര്യങ്ങളിലും ഒക്കെ ഒന്നിച്ച് ചേരുവാനും അവരുടെ ആവശ്യങ്ങളിൽ അവർ സഹായിക്കുവാനുമുള്ള വേദിയാണ് ഈ മലയാളി സമാജം എന്ന് ഉദ്ദേശിക്കുന്നത്. വെറും ഒരു ഓണാഘോഷത്തിലോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഡേയിലോ ഒതുങ്ങുന്നതായിരിക്കരുത് ഈ മലയാളി സമാജം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ആവശ്യങ്ങളിൽ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടാകാം, കുടുംബപരമായ ആവശ്യങ്ങളുണ്ടാകാം, അതോടൊപ്പം തന്നെ നമുക്ക് സാമൂഹിക പദ്ധതികളുടെ ആവശ്യങ്ങളുണ്ടാകാം. ഇതിലൊക്കെ നമുക്ക് പരസ്പരം കാണുവാനും സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനുള്ള വേദിയായിട്ട് ഈ മലയാളി സമാജം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും ഒക്കെ മലയാളി സമാജത്തിലെ ഭാരവാഹികളെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അതിന്റെ വേണ്ടപ്പെട്ട വ്യക്തികളെ ബന്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ സഹായങ്ങളും ചെയ്യുവാനായിട്ട് സന്നദ്ധരായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ നമ്മുടെ ഈ മലയാളി സമാജത്തിനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മലയാളികൾ ഒന്നടങ്കം കൈകൊട്ടി കൈ കോർത്ത് പിടിച്ച് നമ്മൾ ഒന്നിച്ചു മുന്നേറേണ്ട ഒരു സമയമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവർണ അവസരം കൂടിയാണ് ഈ ഒരു മലയാളി സമാജം എന്ന സംഘടന. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ മഞ്ജുനാഥ് സാർ പറഞ്ഞു, നിങ്ങൾ മലയാളികൾ ഇവിടെ ചേരുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഈ കല്യാണ മണ്ഡപം തന്നെ നമുക്കായിട്ട് അദ്ദേഹം 2 വർഷമായിട്ട് വിട്ടുതരുന്നുണ്ട്. ഒരു കല്യാണ മണ്ഡപത്തെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ്. എന്നിട്ട് പോലും നമുക്കായിട്ട് ഇന്നലെ മുതൽ ഈ ഒരു ദിവസത്തേക്ക് ഇത് വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് അദ്ദേഹം തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണ്. അത് നമുക്കറിയാം. അദ്ദേഹത്തിന് മലയാളം പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കാതെ വരുന്നതിന് സങ്കടമുണ്ട്. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും അവിടുത്തെ തദ്ദേശീയ ഭാഷ സ്വീകരിക്കുവാനും പഠിക്കുവാനും സംസാരിക്കുവാനും തയ്യാറാകും. അപ്പോൾ ഞാൻ പറഞ്ഞ സാധാരണയോട് അടുത്ത വർഷം മലയാളത്തിൽ ഇതേ വേദിയിൽ ഓണത്തിന് ഒരു ചെറിയൊരു ലഘു പ്രസംഗം നടത്താൻ മഞ്ജുനാഥ് സാറിന് ഞാൻ മലയാളം പഠിപ്പിക്കുമെന്നത് ഇന്ന് ഇവിടെ വെച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമാണ് നമ്മുടെ അതിഥി ഇവിടെ വന്നിരിക്കുന്നത്. അതിഥിമേടെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പാട് തന്നെ ഇവിടെ എത്തുകയും ഈ നല്ലൊരു സന്ദേശം ഷോർട്ട് ഫോമിൽ സന്ദേശം തരികയൊക്കെ ചെയ്തു. അതുപോലെ വിനീത് മോഹൻ സാറ് ഏതാവശ്യത്തിന് വേണ്ടി നമ്മൾ രാഷ്ട്രോത്ഥാന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരിച്ച മുഖം, ആ സ്നേഹത്തോടുള്ള പെരുമാറ്റം, അത് എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം അദ്ദേഹത്തെ കാണുവാനും ഒക്കെ ചെല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത് നമ്മുടെ ടോജോ ജോസിനോട്. ടോജോ ആണ് നമ്മുടെ സമാജത്തിന്റെ കുറച്ചു കാലമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സഹായ സഹകരണം ചെയ്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മലയാളം പഠിക്കുവാനായിട്ടുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളം കുട്ടികൾക്ക് പ്രവേശനോത്സവത്തിൽ കൊച്ചു സമ്മാനങ്ങൾ കൊടുത്തവരെ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ടോജോ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമാജത്തിന്റെ പേരിലും മുൻ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ വളരെയധികം നന്ദിയുള്ളവരാകുന്നു. ഒരിക്കൽ കൂടി എല്ലാ ഭാരവാഹികളെയും, ഇപ്പോഴത്തെ പുതിയ ഓഫീസ് ബെയറേഴ്സിനെയും ഭാരവാഹികളെയും, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സമാജത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് ഇനിയും ഒന്നിച്ചു ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വളർന്ന് ഈ സമാജം ഏറ്റവും നല്ല നിലയിലായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം നിർത്തട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാഘോഷത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. അടുത്തതായി BMS രഘുകുമാർ സാറിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാറിന്റെ ഒപ്പം സാറിന്റെ പ്രിയപ്പെട്ട വൈഫിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാറിനെ ആദരിക്കുന്നതിനായി ശ്രീ
ബാലചന്ദ്രൻ സർ, മുൻ പ്രസിഡന്റ്, അവരുടെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you. Requesting Balachandran sir to speak a few words. ഒരിക്കൽ കൂടി 2022 ഓണാശംസകൾ. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ ആശംസകൾ. എനിക്ക് ഇപ്പോൾ സംസാരിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ ജോൺസൺ മിക്കവാറും 2006 മുതൽ ഇന്നത്തെ വരയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തു. ഇനി അടുത്തതായി എന്ത് ചെയ്യണം എന്നുള്ളതും ആൾറെഡി ഒരു പ്രോഗ്രാം ലിസ്റ്റ് ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാനില്ല. എനിക്ക് ഈ ഒരു അവസരം തന്ന ഈ കമ്മിറ്റിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. Thank you so much, sir. The next person to honor here is Mr. Harish Kumar, a social activist, well-wisher for all Samajam activities, including Swachh Bharat Abhiyan. I would like to call upon Samajam EC member Shri Unikrishnan to do the honoring. Thank you so much, sir. ಸರ್ ಅವ್ರು ಹೇಳಿದ್ ನಿಮಗೆ ಅರ್ಥ ಆಯ್ತಾ? ಆವಾಗಲೇ ಸ್ಪೀಚಲ್ಲಿ ಅರ್ಥ ಆಗಿದೆಯೋ ಇಲ್ವೋ ಗೊತ್ತಿಲ್ಲ. ನೆಕ್ಸ್ಟ್ ಇಯರ್ ನೀವು ಇಲ್ಲಿ ಬಂದಾಗ ನೀವು ಮಲಯಾಳಮಲ್ಲಿ ಮಾತಾಡ್ಬೇಕಂತೆ, ಅದು ಕಲ್ಸ್ಕೊಡ್ತಾರೆ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಸೊ ಗ್ಯಾರಂಟಿ ನೆಕ್ಸ್ಟ್ ಮುಂದಿನ ವರ್ಷ ಬಂದಾಗ ನೀವು ಮಾತಾಡ್ಬೇಕು, ಒಂದು ಫುಲ್ ಸ್ಪೀಚೇ ಮಾಡ್ಕೊಂಡ್ ಬರ್ಬೇಕು. ನಾವು ರೆಡಿ ಮಾಡ್ಕೊಡ್ತೀವಿ സർ, ನೀವು മാറ്റാടി. താങ്ക് യു സർ. സോ ഈ പരിപാടിയുടെ മറ്റ് സ്പോൺസേഴ്സ് ആയവരെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വിനയ വിപിൻ ആയുർവേദ സൗദ, മിസ്റ്റർ റെനിൽ റീഗൽ ജ്വല്ലേഴ്സ്, മിസ്റ്റർ അനൂപ് ഭീമ ജ്വല്ലേഴ്സ്, മിസ്റ്റർ ശരത് ദ റോക്ക് ലൈൻ ഓട്ടോമോട്ടീവ്, മിസ്റ്റർ പ്രകാശ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിസ്റ്റർ ഗിലീഷ് ജോസ് അലുക്കാസ്, മിസ്റ്റർ നരേഷ് സന്തോഷ് ഫ്ലൈ ഹൗസ് എന്നിവർക്കും ആർ നഗർ മലയാളി സമാജത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.